ഹലോ എവറി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നമ്മളെ മണ്ടേത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ലെ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ഏൺ ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റി അനലൈസിസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ളൂ. സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റി ചാർട്ടിൽ കിടക്കാം. നിഫ്റ്റിയിൽ ഇതാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റിയിൽ സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 1, 2, 3 ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞത് 3, 4 and 5 സ്റ്റിൽ മോഡൽ ഇപ്പോൾ ഉള്ളത്. 5 തന്നെയാണ്. 5 സ്ട്രക്ചർ വിട്ടിട്ട് ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത്. പിന്നെ ഫെർദർ ഇനി ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ 22,500. നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ ആണ്. അത് ബ്രേക്ക് ആയാൽ മാത്രമേ നമുക്ക് ഫെർദർ ഫോൾ കിട്ടുള്ളൂ. ഈ ട്രെൻഡ് ലൈൻ മറക്കണ്ട. ഓക്കെ, ഇത് നല്ല ഒരു ട്രെൻഡ് ലൈനാണ്. ഇത് ബ്രേക്ക് ആയാൽ ആണ് ഫെർദർ നമുക്ക് ഫോൾ കിട്ടുന്നത്. സ്മോൾ ടൈമിൽ ഇത്ര പേര് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഓക്കെ, സോ ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യാമെന്നറിയാമോ? 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ ടോപ്പ് ഓർ ബോട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നലത്തെ ചാർട്ടിൽ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് എന്താണ്? ടോപ്പ് എന്തിനാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫിഫ്ത്ത് വേവിലാണ്. ഫിഫ്ത്ത് വേവിൽ നമ്മൾ റെസിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. നമ്മൾ എപ്പോഴും ലോജിക്കലി ചിന്തിക്കുക. നമ്മൾ ഫിഫ്ത്ത് വേവ് ആണ്. ഫിഫ്ത്ത് വേവ് ദാറ്റ് മീൻസ് ഫിഫ്ത്ത് വേവ് തീരേണ്ടതാണ്. സോ നമ്മളവിടെ റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ റെസിസ്റ്റൻസ് നമ്മളെ ഫോർത്ത് വേവിൽ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഈ ഏരിയയ്ക്കായിരുന്നു. ഓക്കെ, ഇത്രയൊക്കെ ഏരിയ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ഏരിയ എങ്ങനെയായിന്ന് അറിയാമോ? ഇത് ഇവിടെ ഫൈൻഡ് ചെയ്യും. ഇത് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഡോജി, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഡോജി ആൻഡ് ദെൻ ബ്രെഡ്. ഇവിടെ വീണ്ടും വന്നു പ്രൈസ് ഈ ഹൈഡ് അബവ് പോയില്ല, വീണ്ടും ഡോജി ആൻഡ് ദെൻ വീണ്ടും ഫോൾ വരാൻ. സോ ഇവിടെ വരുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് വിചാരിച്ചു. നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഈ ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? വേഗം 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. ഏതായിരുന്നു നമ്മൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പ് കൂടിയാണ്. ഓക്കെ, ഡബിൾ ടോപ്പ് കൂടിയാണ്. ആൻഡ് ദെൻ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഇവിടുന്ന് 5 മൂവ് താഴേക്ക് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഈ റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, 1, 2, 3, 4 ആൻഡ് ദെൻ 5. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് വീണ്ടും എക്സ്റ്റൻഷനിലേക്ക് പോയി. കണ്ടോ? ഇതാണ് ആ ഒരു സ്ട്രക്ചർ. നമ്മളെപ്പോഴും ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 5 മൂവ്സ് നമ്മൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ 5 മൂവിലേക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, സോ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിങ്ങനെ 5 മൂവ്സ് ആയി. ഇത് ഈ ഒരു കുഞ്ഞ് 5 മൂവ്സ്. ഇത് കണ്ടോ? ഫോൾ ഇച്ചിരി കൂടുതലായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വീണ്ടും ഇവർ എന്ത് ചെയ്തു? പിന്നെ വീണ്ടും ഒരു ഫോളായി. 5 മൂവ് ആൻഡ് ദെൻ സഡൻ ഫോൾ, പിന്നെ ഒരു ബൗൺസ്, പിന്നെ ഫോൾ, പിന്നെ ബൗൺസ്. സോ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഇത് 1 വേവായി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഓക്കെ, ആൻഡ് ദെൻ വീണ്ടും ഒരു ബൗൺസ് വന്നു. 5 മൂവ് കഴിഞ്ഞു. 5 മൂവ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബൗൺസ് വന്നത്. മനസ്സിലായോ? ഇതിൽ ഇതൊരു ഫുള്ളൊരു മൂവ്. ഇവിടുന്ന് ഇവിടെ വരെ ഫുള്ളൊരു 1 മൂവ്, സെക്കൻഡ് മൂവ്, തേർഡ് മൂവ്, ഫോർത്ത് മൂവ് ആൻഡ് ദെൻ ഫിഫ്ത്ത് മൂവ്. ഈ ഫിഫ്ത്ത് വേവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആവുന്നതാണല്ലോ സ്മോൾ ടൈം ഫ്രെയിമിൽ. എൻഡിങ് ഡയൽ ഇത് കണ്ടോ? എൻഡിങ് ഡയൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എങ്ങനെ എൻഡിങ് ഡയൽ. സോ ഇത് ഫോം ആയി കഴിഞ്ഞാൽ എന്താവേണ്ടത്? പിന്നെ ഒരു ബൗൺസ് വരേണ്ടതാണ്. നമ്മൾ സ്ട്രക്ചർ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? സ്മോൾ ടൈം ഫ്രെയിമിൽ വന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കോ റെസിസ്റ്റൻസ് നോക്കിയിട്ട്. അത്രയും കൂടുതൽ കൺഫ്യൂഷൻ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നോക്കണ്ട. അത് പിന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടുന്ന് മാറുക. നെക്സ്റ്റ് എന്തെങ്കിലും സ്ട്രക്ചർ മനസ്സിലാവണമെങ്കിൽ അതിലേക്ക് ട്രേഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഭയങ്കര റിസ്കി ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. കാരണം നമ്മളെ ഇതുവരെ വേവ്സിലേക്ക് ശരിക്കും ഇതുവരെ എൻറ്റർ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ 5 മൂവ് കംപ്ലീറ്റ് എൻഡി ഡയൽ ഫോം ആയില്ലോ. എൻഡി ഡയൽ ഫോം ആയി. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് ബൗൺസ് ആവേണ്ടതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് നിയർ സപ്പോർട്ട് കൂടിയാണ് ഈ ഏരിയ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് വെയിറ്റ് ചെയ്യുക. ഈ എൻഡി ഡയലിൻ്റെ ബ്രേക്ക് ഔട്ട് നമ്മൾ വരും. ഇത് കണ്ട് സ്ലോലി ബ്രേക്ക് ഔട്ട് വരുന്നു. വേഗം എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇവിടെ വരെ ഇങ്ങനെ ഫിബനാച്ചി നമ്മൾ മാർക്ക്. ബൗൺസ് എവിടെ വരെ വരേണ്ടതാണ്? 50% or 61.80%. 61.80% വരികയാണെങ്കിൽ ബുൾസ് അവിടെ ഹെവി ഇതായി. ബുൾസ് ഇതിലേക്കാണ് എന്താ പറയുക, പവറിലാണെന്ന് പറയാം. ബട്ട് അവരെന്ത് ചെയ്തു?
61.80% വരാതെ ഇത് കണ്ട ഒരു സം പോയിൻറ്റ്സ് എന്തെങ്കിലും ഒരു 3-4 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഫോൾ. ദാറ്റ് മീൻസ് ബുൾസ് അറ്റാക്കിലല്ല, ബിയേഴ്സ് അറ്റാക്കിലാണ്. അത് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ എല്ലാം ശരിക്കും ഒരു റൂൾസാണ്. ഇത് വേവ് 1 വേവ് 2 അതൊക്കെ റൂൾസിൽ വരും. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് വേവ്സിൻ്റെ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടാവും. വേവ് 1 വേവ് 2 വേവ് 3 വേവ് 4 വേവ് 5 5 വീഡിയോ സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ഉണ്ടാവും. മേ ബി 20 മിനിറ്റ്സ് ഓർ 30 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും. സെപ്പറേറ്റ് വീഡിയോ. കാരണം ഓരോരോ പോയിൻറ്റ്സിൻ്റെ ഓരോ റൂൾസ് ഉണ്ട്. ഇത് എത്ര വരും, എത്ര വരേണ്ടതാണ്, വന്നാൽ എപ്പോൾ ബുൾസിൻ്റെ ഗ്രിപ്പിലുണ്ടാവും, എപ്പോൾ ബിയേഴ്സിൻ്റെ ഗ്രിപ്പിലുണ്ടാവും, മനസ്സിലായോ? പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താലേ എനിക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും, കുറച്ചുകൂടി വീഡിയോ നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഓക്കെ, സോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇനി പറയാനുള്ളത് എന്താണ്, സപ്പോസ് ഇത് പ്രൈസ് ഇവിടെ വരെ വന്നു, ഈ ബൗൺസ് വന്നപ്പോൾ എന്തായി, പ്രൈസ് എന്തായാലും 5th വേവിലാണല്ലോ. പ്രൈസ് നമ്മുടെ കൺസെപ്റ്റിൽ 5th വേവിലാണ്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പ്രൈസ് വീറേണ്ടതാണ്. സോ എങ്ങനെ ഇവിടെ ഇത് ബുൾസിൻ്റെ ഇതിലേക്കാവും, ബുൾസിൻ്റെ പവർ ഇത് വരത്തില്ല. 61.80 വരുന്ന മുന്നേ തന്നെ അത് ഫോൾ വരേണ്ടതാണ്. സോ കണ്ട ആ ഒരു 3-4 പോയിൻറ്റ് ടച്ച് ചെയ്യാതെ പ്രൈസ് വീണ്ടും താഴെ ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇത് ഡിലീറ്റ് ചെയ്തു. സോ പ്രൈസ് ബൗൺസ് വന്നു, എന്തിനും വീണ്ടും അവിടെ നിന്ന് താഴേക്ക് വരേണ്ടതാണ്. താഴേക്ക് വരാൻ നേരത്തെ എന്ത് ചെയ്തു, ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രൈസ് വീണ്ടും സൈഡ് വേസ് ആക്കി വരുന്നത്, ഫുൾ സൈഡ് വേസിലേക്ക് ആക്കി. ഓക്കെ, അതാണ് പ്രൈസ് വീണ്ടും സൈഡ് വേസിലായി. ഇനി സ്ട്രക്ചർ നമുക്ക് റീഡ് ചെയ്യാൻ എന്താണുള്ളത്, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഇരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സപ്പോസ് ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്, പ്രൈസ് ഇതിൻ്റെ അബവ് പോവില്ല സപ്പോസ്. ഓക്കെ, സോ എന്താ ചെയ്യുക, ഇൻവേർട്ട് സ്കെയിൽ അടിക്കാം. ഓക്കെ, ഇൻവേർട്ട് സ്കെയിൽ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട, ഇവിടുന്ന് സപ്പോർട്ടിന് പ്രൈസ് പോയി മുകളിലേക്ക്. എത്ര മൂവ്സിലേക്ക് പോയി, 1 2 3 4 5. ഇത് വേവ് 1 ആയി. വേവ് 2ൻ്റെ ഫോളാണ് ഇത് വരുന്നത്. ഓക്കെ, വേവ് 2ൻ്റെ ഫോളാണ്. സോ വേവ് 2 എത്ര വരെ വരാനുണ്ട്, 81.20 വരല്ലേ. 81.20 ആണ് നമ്മുടെ വേവ് 2 വരാറുള്ളൂ. വെച്ച് നോക്കിക്കേ, ഫിബ് റിട്രേസ്മെൻറ്റ് ഫ്രം ഈ ഹൈ. ഓക്കെ, പ്രൈസ് ഇവിടെ വരെ വന്ന് നിൽക്കുന്നതാണ് കണ്ടോ. ഓ സോറി, ഇത് തിരിച്ച് വെക്കണം. നമ്മൾ വേവ് 2 നമ്മുടെ 81.20 വരേണ്ടതാണ്. ഫ്രം ബോട്ടം ടു ദിങ്ങിന് ടോപ്പ് എത്ര വന്നേക്കുന്ന പ്രൈസ് 81.20 ടച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. 22,610 ആണ്. സം പോയിൻറ്റ്സിന് മിസ്സാണ്, 607 ആണ്. മനസ്സിലായോ? അതാണ് വേവ് 2യുടെ ഒരു പവർ ഉള്ളത്, മനസ്സിലാക്കണം. വേവ് 2 എവിടെ വരെ വരേണ്ടതാണ്, 61.20%. സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇത് ബൈ ഹാർട്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, മാജിക്കലി നമുക്ക് മനസ്സിലാകും. ലാസ്റ്റിൽ എന്താ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് അവർക്കറിയാൻ പറ്റും. ഞാൻ ലാസ്റ്റിൽ എന്താ പറഞ്ഞായിരുന്നു, 22,610 റെസിസ്റ്റൻസ് അവിടെ വരെ വരുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞായിരുന്നു. 22,610 വരുള്ളൂ. അതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അതിന് മുകളിൽ പോയാൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ ബുള്ളിഷിലേക്ക് പോകും. പ്രൈസ് എന്ത് ചെയ്തു, കറക്റ്റ് ഇത് ഈ ഒരു ഹേർഡിൽ വന്നു, ഇവിടെ ഹേർഡിൽ ഇട്ടു. ഞാനും ഇവിടെ കൺഫ്യൂസ് ആയിരുന്നു, എന്താവും ഇവിടുന്ന് ഫോൾ വരുമോ. കറക്റ്റ് 3 o'clock and then പ്രൈസ് വീണ്ടും താഴേക്ക് സ്ലിപ്പായി. സോ നമ്മൾ ബിലീവ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ എന്താണെന്ന് അറിയാമോ, വേവ് 2 ഇവിടെ വരുമ്പോൾ നമുക്ക് ചെറിയ സെൽ ഉണ്ടാവുള്ളൂ, ബട്ട് ഇവിടുന്ന് പ്രോഫിറ്റ് നമുക്ക് ബിഗ് ആയിരിക്കും. എനിവേ കൺഫ്യൂസ് ആവേണ്ട. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ചൊക്കെ അതൊക്കെ ഉണ്ടാവും, എല്ലാം ശ്രദ്ധിക്കണം. ഇനി പോട്ടെ, ഇനി നമ്മൾ എന്താ കൗണ്ട് ചെയ്യണത്, ഇവിടെ വേവ് 1 വേവ് 2 ഇപ്പോൾ എങ്ങനെയാണ് ABC സ്ട്രക്ചർ. ഇത് ഈ ഫോൾ വരുന്നത് 1 2 3 ഓർ ABCയിലേക്കാണ്, 1 2 3 ഓർ ABCയിലേക്ക്. സോ ഇത് ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇത് ABCയിലേക്കായിരിക്കും ഫോൾ. ഇത് A ആണ്, ഇത് B ആണ്, C ഇനി താഴേക്ക് വരേണ്ടതാണ്. എവിടെ വരെ വരും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് കാണിക്കാനുള്ളത്, നമ്മുടെ ഈ വേവ് 2 ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വേവ് 2 ഓർ വേവ് B. ഓക്കെ, വേവ് 2 ഓർ വേവ് B ഇത് എപ്പോഴും അങ്ങനെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ മോസ്റ്റ്ലി ഇങ്ങനത്തെ ഒരു പാറ്റേണിൻ്റെ ഇങ്ങനെ ഫോം ചെയ്യും, ഈ ഒരു പാറ്റേൺ. ഓക്കെ, ദെൻ ഇത് ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ലൈൻ, മോസ്റ്റ്ലി ചാൻസസ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചെയ്യും. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് അപ്പോഴാണ് നമുക്കറിയാൻ പറ്റും, ഓ വേവ് 2ലേക്ക് നമ്മൾ വേവ് 3ലേക്ക് എൻറ്റേർഡ് ആയി. ആൻഡ് വേവ് 3 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണത്, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക, വേവ് 3 ഓർ C. ഓക്കെ, 127% വരെ വരാറുണ്ട്, 445 വരെയൊക്കെ വരാറുണ്ട്. ഓക്കെ, 81.20 ദാറ്റ് മീൻസ് 22,500, 100% ആൻഡ് 127%. ഇത്രയൊക്കെ വരാറുണ്ട് ഈ വേവ് C ആണെങ്കിൽ. വേവ് 5 ആണെങ്കിൽ വേവ് 3 ആണെങ്കിൽ മീൻസ്
ഇത് ABC സ്ട്രക്ചറാണ് ഞാൻ ഇപ്പോൾ പറയണേ. 3ലേക്കാണെങ്കിൽ ഇത് എത്ര വേണമെങ്കിൽ പോകും. ഓക്കെ, നോർമൽ സ്ട്രക്ചേഴ്സിൽ ഇത്ര വരെ വരാറുള്ളൂ. സോ ആ ഒരു സമയത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് കൂടി വരും. കണ്ട ഇത് ബ്ലാക്ക് ട്രെൻഡ് ലൈൻ. ഞാൻ ഇതൊന്ന് ചാർട്ടിന് റിവേഴ്സ് അടിച്ച് നോർമൽ ചാർട്ട്, ഇൻ നോർമൽ ചാർട്ട്. സോ ആ ഒരു സമയത്ത് എവിടെ വരെ വരാനുള്ള ചാൻസസ് ആണ് നമ്മുടെ ഈ ഒരു ഏരിയ, ഈ ഒരു സപ്പോർട്ട്, താഴത്തെ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഓക്കെ, ഇല്ലിയറ്റ് വേവിൽ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാവോ? സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളുടെ സഹായം നമുക്ക് വേണ്ട, നമുക്ക് തന്നെ ഏത് ചാർട്ട് വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഇൻഡെക്സ് മാത്രമല്ല, നിഫ്റ്റി ഇൻഡെക്സ് മാത്രമല്ല, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, സെൻസെക്സ്, സ്റ്റോക്സ് ഏതായാലും എല്ലാം ഏത് ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. ബെറ്റർ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലായിരിക്കും. ലേൺ ചെയ്യാനാണെങ്കിൽ 5 മിനിറ്റ്സ് 1 മിനിറ്റ്സ് ആയിരിക്കും. ബെറ്റർ ആണെങ്കിൽ 15 മിനിറ്റ്സ് അബവ് ആൻഡ് 50 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സ് അബവ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്നുവെച്ചാൽ അതിൽ SL പോകാനുള്ള ചാൻസസ് കുറവായിരിക്കും. 50 മിനിറ്റ്സ് അബവ് ചാർട്ടാണെങ്കിൽ അതിൽ SL ഹണ്ടിങ് കുറവായിരിക്കും. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആൻഡ് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ലേൺ ചെയ്യുക, പഠിക്കുക, ചാർട്ട് അനലൈസിസ് ചെയ്യുക. SLലേക്ക് പോകും, ബട്ട് അതിൽ നിങ്ങൾ ഷാർപ്പാകും, നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ നടക്കുന്നു, ഇങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ SLഒക്കെ എടുക്കുന്നത്, എന്നിട്ട് എപ്പോഴാണ് അതിൻ്റെ മൂവ് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ടൈം ഫ്രെയിമും കൂടിയുണ്ട്. ടൈം ഫ്രെയിമിൻ്റെ ടൈം സോൺ അനാലിസിസ്, എത്ര ടൈം അല്ല, ഈ ഫസ്റ്റ് വേവ് എത്ര ടൈം എടുത്തു, സെക്കൻഡ് എത്ര എടുക്കുവാണെങ്കിൽ തേർഡ് എപ്പോഴാണ് ബ്രേക്ക് ഔട്ട് തരിക, ഒരു ഏകദേശം പെർഫെക്റ്റ്ലി അല്ല, ഏകദേശം എപ്പോഴും, അതൊക്കെ ഞാൻ സ്ലോലി ഇതൊക്കെ ഷെയർ ചെയ്യും. ഇതിൽ ഞാൻ എക്സ്പേർട്ട് അല്ല, ബട്ട് യെസ് നമുക്കൊരു ഐഡിയ കിട്ടും. യെസ്, ഈ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഇനി മൂവ് നെക്സ്റ്റ് എന്തായിരിക്കും, എത്ര ക്യാൻഡിൽസിലായിരിക്കും, ദാറ്റ് മീൻസ് ഏകദേശം ഇത്രയും കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇനി സമയം ആയി എന്ന് പറയാം. ഓക്കെ, സോ ഇനി അതൊക്കെ നമുക്ക് വിടാം. ഇനി നമ്മൾ വേഗം 15 മിനിറ്റ്സ് ചാർട്ടിലെ അനാലിസിസ് തുടങ്ങാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ 22,500 റൗണ്ട് നമ്പർ എന്തായാലും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഫർദർ ഇനിയുള്ളൂ. അപ്പ് മൂവ് ഇനി മേ ബി ഇനി ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അപ്പ് മൂവ് ഇതിൻ്റെ അബവ് തന്നെ 22,630 ഇന്നത്തെ ഡേ ഹൈയുടെ അബവ് ആയിരിക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇനി റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ്, ആ ഒരു ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആണ്, ഇഷ്ടം പോലെ റെസിസ്റ്റൻസ്, ഇത് ഫുള്ള് റെസിസ്റ്റൻസ് തോന്നണം കേട്ടോ, മറക്കരുത്. ഇത് ഏരിയ ഡേഞ്ചറസ് ഏരിയ ആണ്, റെസിസ്റ്റൻസ് ഏരിയ. കാരണം എന്ന് വെച്ചാൽ പുൾ ബാക്ക് തരാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. സോ അവിടെ നിന്ന് ചിലപ്പോൾ ഇനി വരുവാണെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ താഴേക്ക് കൊണ്ടുവരാൻ ചാൻസ്. സോ താഴേക്ക് പുൾ ബാക്ക് തന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 5 മൂവ്സ് കഴിഞ്ഞു. 5 മൂവ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരു മേജർ 1 വേവ് കഴിഞ്ഞു, മേജർ 1 വേവ്. സോ ഒരു താഴേക്ക് പുൾ ബാക്ക് തന്നിട്ട് പിന്നെ കയറുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ദാറ്റ് മീൻസ് അപ്പ് മൂവ് കുറച്ചുകൂടി ഈസിലി ഹെൽത്തി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെയും ഒരു ഈ റെഡ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കാണ്, OB ആണ്. സോ ഇതിൻ്റെ ഈ 760 വരെ ഉണ്ട്. 760 ആക്കാം. 800 ഇപ്പോൾ പോകാനില്ല എനിക്ക് തോന്നുന്നില്ല. സോ 760 നമുക്ക് ആക്കിയെടുക്കാം, 22,760. സോ അത്രയ്ക്ക് മുകളിലെ റെസിസ്റ്റൻസ് സോണാണ്, മനസ്സിലായ ഹൈറ്റ്. ഇതും 670, 720, 765 ഒക്കെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, കാരണം പ്രൈസ് ഒത്തിരി സ്ട്രെച്ചായി എന്ന് പറഞ്ഞാൽ 5 മൂവിലാണ് നമ്മൾ സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യാറുള്ളൂ, അത് 5 മൂവിൽ പോകാറുള്ളൂ. ബാക്കി ഒരു ഒക്കെ വെച്ചേക്കുന്നത് വെച്ചാൽ ദാറ്റ് മീൻസ് ഒരു എങ്ങനെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ലോക്കൽ നമ്മുടെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവർ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻ കേസ് ഇതാണെങ്കിൽ ഹൈ, സപ്പോസ് ഇത് തന്നെയാണ് ഹൈ ആണെങ്കിൽ ഇപ്പോഴത്തെ സ്ട്രക്ചറിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എക്സ്റ്റെൻഡഡ് വ്യൂവിനാച്ചി എടുക്കുക. ദാറ്റ് മീൻസ് നമുക്ക് പറയാം വേവ് 1 കംപ്ലീറ്റഡ് ആണ്. ആൻഡ് ദെൻ നമുക്ക് വെയിറ്റ് ചെയ്യുക നമ്മുടെ ഓരോരോ ഫോൾ എവിടെ വരെ വരാറുണ്ട്, 38.20, 50%, 61.80 ആൻഡ് മാക്സ് ടു മാക്സ് 22,085. സോ ഇത്ര വരെ പവർ വരാനുള്ള ചാൻസസ് ഉണ്ട്, 22,080 അത് കൂട്ടിക്കാം. ഓക്കെ, ഈ ഹൈ ബ്രേക്ക് ആയില്ലെങ്കിൽ ഓക്കെ. സോ ഈ ലെവൽസ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യേണ്ടതാണ് ഈ ഹൈ ബ്രേക്ക് ആയില്ലെങ്കിൽ. ഓക്കെ, 300 ഓക്കെ, അതൊക്കെ നല്ലത് 50% ബ്രേക്ക് ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ കണ്ടോ വീക്ക് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്, കണ്ടോ ഡെയിലി ടൈം ഫ്രെയിമിൽ. ഞാനിപ്പോൾ ഫിബൊനാച്ചി ഡിലീറ്റ് ചെയ്യുകയാണ്. കണ്ടോ വീക്ക് ഒരു ഡോജി ക്യാൻഡിൽ ഫോമാണ്. പിന്നെ 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ സ്ട്രക്ചർ വീക്കാണ്. ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് ഡൗൺ പോസിബിൾ ആണ്, ഇല്ലയെന്നല്ല. മൺഡേയിലേക്ക് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണോ എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. അപ്പം വീക്ക്നെസ് 22,500 ബിലോ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോഴാണ് നമ്മുടെ അവിടെ ഇരിക്കുന്ന ഡാറ്റ അവർ ഓടാൻ തുടങ്ങുള്ളൂ. ഓക്കെ, അവിടുത്തെ റൈറ്റേഴ്സ് ഓടാൻ തുടങ്ങും. സോ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ ഭയങ്കര മോശമായ സ്ട്രക്ചറാണ്, പറയാതൊന്നും ഇല്ല. ആകെ അലമ്പാണ് ബാങ്ക് നിഫ്റ്റിയിൽ.
ഫർദർ മൂവ് ഡൗൺ സൈഡ് മൂവ് ഇതിൻ്റെ ബിലോ ആയിരിക്കും. പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കും. നോക്കിയിട്ട് വേണം ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ. സ്ട്രക്ചർ നല്ല സ്ട്രക്ചർ അല്ല, അതുകൊണ്ടാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇട്ടുണ്ട്. ഓക്കെ, നല്ല സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കത് എന്തെങ്കിലും പറയാം, യെസ് ട്രേഡബിൾ ആണ്. ബട്ട് ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല. 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ യെസ് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു അബവ് ഇനിയുണ്ട്, മുകളിലുണ്ട് ഉണ്ട് ചാൻസസ്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിനിൽ മാത്രമേ എന്തെങ്കിലും നോക്കാവുള്ളൂ. സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ കൺഫ്യൂഷൻ ആണ് സ്ട്രക്ചർ, പറയാനൊന്നുമില്ല എനിക്ക് ഇതിനകത്ത്. അത്രയ്ക്ക് ഒരു അങ്ങനെ അലമ്പാക്കി വെച്ചു നമുക്ക് എന്ത് റീഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, സോ വീക്ക്നെസ് ഇതിൻ്റെ ബിലായിട്ട് 48,200 ബിലോ വീക്ക്നെസ് തുടങ്ങും. അത് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ആണ്. 48,000 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. 47,930 വരെ. ഓക്കെ, ഇനി വേഗം നമുക്ക് സെൻസെക്സ് അനലൈസിസ് കിടക്കാം. സെൻസെക്സ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ, കണ്ട അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനത്തെ ഷെയർ ചെയ്തായിരുന്നു. അത് പ്രോപ്പർലി റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻസെക്സ്. സോ ഇനി സെൻസെക്സിൽ നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആക്കിയാൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. കണ്ട ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. ഫസ്റ്റ് സപ്പോർട്ട് എക്സാക്ട്ലി അവിടെ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് ഡൗണിൽ. ഓക്കെ, ഇനി അത് ബ്രേക്ക് ആയാൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഏരിയ ആയിരിക്കും. ഓക്കെ, അതുകൂടി ബ്രേക്ക് ചെയ്താൽ ആ ഒരു റൗണ്ട് നമ്പർ കൂടിയാണ് 70,600. ശ്രദ്ധിക്കണം, അത് ബ്രേക്ക് ആയ 70,600 ബ്രേക്ക് ആയ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഇവിടെ വരെയൊക്കെയാണ് ചാൻസസ് ഉള്ളത്. അപ്സൈഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഡേ ഹൈ, ആൻഡ് ദെൻ സഡൻ ഒരു റെസിസ്റ്റൻസ് വേറെ ഉണ്ട്. അപ്സൈഡൊക്കെ പ്ലേ ചെയ്യേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. അപ്സൈഡ് നോക്കി സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ അപ്സൈഡ്, കാരണം അത്രയ്ക്ക് സ്ട്രെച്ച് ആക്കി വെച്ചേക്കുന്നതാണ്. ഓക്കെ, സൈഡ് പോവുകയാണെങ്കിൽ സ്ലോ മൂവ് ആയിരിക്കുള്ളൂ, നമുക്ക് പ്രീമിയമിലൊന്നും കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. ഓക്കെ, എൻ ഡി ഡയൽ പാറ്റേണൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അത് എൻ ഡി ഡയൽ ഞാൻ പറഞ്ഞത്. സോ അതാണ് എൻ ഡി ഡയൽ പാറ്റേൺ അവർ ഫോം ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, നോക്കാം എങ്ങനെയാണ്. ഇനി വണ്ടി പ്രൈസ് ഒരു മുകളിൽ പൊക്കി വെച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് ബ്രേക്ക് ഡൗൺ ആയതിൻ്റെ ഇനി ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആണ്. ഈ ഇവിടെ ലെവൽസ് ഷെയർ ചെയ്യുന്ന ലെവൽസ് ചെയ്യണം, എല്ലാ ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസാണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോസ് എല്ലാവരും കൂടി. ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആയിരിക്കും. പിന്നെ ആണ് ഈ 11,080 ഇനി പോയാൽ പിന്നെ 11,000 ആൻഡ് ദെൻ 10,000 ഇവിടെ വരെയൊക്കെ ഈ ഗ്യാപ്പ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഫിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ടാകും. ഇതേ ഒരു യെസ്. ഓക്കെ, പിന്നെ അതുകൂടി ബ്രേക്ക് ആയാൽ ദെൻ ഈ ഒരു സപ്പോർട്ടാണ്. ഓക്കെ, ഇത് 5 മൂവ്സ് കഴിഞ്ഞു. ഇതുകൊണ്ട് 1 2 3 4 5 ഇനി ആയിട്ടില്ല. ഇതിൻ്റെ മിഡ് ക്യാപ്പിൽ 1 മൈക്രോ സ്ട്രക്ചേഴ്സാണ് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ട്രാപ്പി സ്ട്രക്ചറാണെന്ന് റീഡ് ചെയ്യാൻ തന്നെ നമുക്ക് തലവേദന ഉണ്ടാവും. കണ്ടോ, സോ ഇവിടെ നിന്ന് 1 2 ഇത് ഫുള്ള് 3ലേക്കാണ്. 4th ഫോളാണ്. 50 ഇനി മിഡ് ക്യാപ്പിൽ ചിലപ്പോൾ മുകളിൽ പോകാനുള്ള ചാൻസസ്, മിഡ് ക്യാപ്പ് ചിലപ്പോൾ മുകളിൽ പോകാനുള്ള ചാൻസസ് ആണ്. 5th വേവ് അല്ല ഇതിലേക്ക് ഐ തിങ്ക്. ഈ ട്രെൻഡ് ലൈൻ കൂടി ഇങ്ങനെ വരച്ചുള്ളൂ കേട്ടോ. നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്യും. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പ്രൈസ് ചിലപ്പോൾ ഫർദർ അപ്പ് സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടുന്ന്. സോ ഇത് 1 2 അത് ഫുൾ 3 ആണ് അവിടെ വരെ, ഓൺ ടോപ്പ് വരെ 3 ആണ് എക്സ്റ്റെൻഡ്. ആൻഡ് ദെൻ ഇത് 4th ഫോളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഓക്കെ, അതാണ് എനിക്ക് കൺഫ്യൂഷൻ ഇതിൻ്റെ. സോ മേ ബി ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പ്രൈസ് സ്ലോലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് ഇവിടെ വരെയൊക്കെ ഉണ്ട്. ഇൻ കേസ് അത് ബോട്ടം ആണെങ്കിൽ, ഏത് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ടർ ബോട്ടം അതാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ്. സോ 127% എവിടെ വരുന്നു? 127 11,366 ഇവിടെ വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. 100% വരിക ആൻഡ് 127%. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് വേറെ ഇടയ്ക്ക് റെസിസ്റ്റൻസ് ഒന്ന് കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊരു ചെറിയ റെസിസ്റ്റൻസ് അത് തന്നെയാണ്. 11,360 ആയിരം തന്നെയാണ്. ഇത് ഇവിടെ ഒരു സ്മോൾ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ,
സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലെവൽ. ശ്രദ്ധിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ആദ്യം ചാർട്ടിൽ എന്താ നടക്കുന്നത് അത് നോക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്ന് റീഡ് ചെയ്യാൻ നോക്കുക. സ്മോൾ ടൈം ഫ്രെയിമിലാണ് കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് മനസ്സിലാകും. ബട്ട് ട്രേഡബിൾ 5 മിനിറ്റ്സ് ആൻഡ് 15 മിനിറ്റ്സിലായിരിക്കും. അതിൽ ഹെസൽ ഹണ്ടിങ് കുറവായിരിക്കും. ആദ്യം ചാർട്ട് ഒന്ന് അനാലിസിസ് പഠിച്ചോളൂ. എനിക്കത് പറയാനുള്ളത്. എവിടെയെങ്കിലും പോകണ്ട. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, എന്താ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്, അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഇൻ കമ്മിങ് ഡേയ്സ് ചാർട്ട് നന്നായിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു.